ചേട്ടാ നമ്മുടെ ഇന്നത്തെ ലോകം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയുടെ കൂടി ലോകമാണ്. സോഷ്യൽ മീഡിയയിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ. അതെ. അപ്പോൾ നമുക്ക് കള്ളത്തരങ്ങൾ പെട്ടെന്ന് പിടിക്കപ്പെടുന്നതിന് സോഷ്യൽ മീഡിയക്ക് വലിയ പങ്കുണ്ട്. നമ്മൾ ഈ ചില സാധനങ്ങൾ ഇപ്പം ചില ഭിക്ഷക്കാരെന്ന വ്യാജന വരുന്ന പല സംഭവങ്ങളും സോഷ്യൽ മീഡിയ പൊളിച്ചടുക്കിയതും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കണ്ടു. അപ്പോൾ അങ്ങനെ അത്തരത്തിൽ സോഷ്യൽ മീഡിയ പൊളിച്ചടുക്കുന്നു എന്നുള്ള സാഹചര്യത്തിലേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്ത ടർക്കിഷ് തർക്കം എന്ന സിനിമയുടെ വിവാദം. നമ്മൾ ഇന്നലെ പറഞ്ഞു ആ ഒരു സിനിമ മനഃപൂർവ്വം ഉണ്ടാക്കിയ ഒരു വിവാദമാണ്, സംശയം പ്രകടിപ്പിച്ചിരുന്നു ഇതിന്റെ ഈ വാസ്തവം എന്താണെന്നുള്ള കാര്യത്തിൽ. അതെ, ഇപ്പം കാര്യങ്ങൾ അതിലേക്കാണ് എത്തുന്നത്. ഇതിപ്പോൾ ഇന്ന് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്ത പോലെ തന്നെയാണ് കാര്യങ്ങൾ. കാരണം ആ സിനിമയിലെ പ്രധാനപ്പെട്ട 2 നടന്മാരും നായികയും എല്ലാം രംഗത്തെത്തിയിരിക്കുകയാണ്. അവർക്ക് ആരുടെയും ഭീഷണിയും ഉണ്ടായിട്ടില്ല, അവർ ഈ കാര്യം ഒന്നും അറിഞ്ഞിട്ടുമില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ സണ്ണി വെയിൻ, പിന്നെ ലുക്മാൻ എന്ന് പറയുന്ന നടൻ, അതുപോലെ നായിക, ഇവരെല്ലാം പറയുന്നുണ്ട് ഇവർക്കാരുടെയും ഒരു ഭീഷണി ഉണ്ടായിട്ടില്ല എന്നാണ്. കാര്യങ്ങൾ നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തതുപോലെ തന്നെയാണ് നീങ്ങുന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അങ്ങനെ ഭീഷണി ഉണ്ടായിട്ടെങ്കിൽ എന്തുകൊണ്ട് നിയമ നടപടി പാടില്ല എന്നൊക്കെ നമ്മൾ ഇന്നലെ ചോദിക്കുകയും ചെയ്തിരുന്നതാണ്. ഒരു നിയമ നടപടിയും ഒന്നുമില്ല. എന്തിനേറെ ഒരു പത്രസമ്മേളനം നടത്താമല്ലോ ഇതിൻ്റെ സംവിധാനം നിർമ്മാതാവാനും കൂടെ ചേർന്ന്. അവർ പത്രസമ്മേളനം നടത്തി പറയാം ഞങ്ങൾക്ക് ഈ സിനിമ റിലീസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ്, ഇതാ ഇവിടെ ഭയങ്കര ഭീഷണിയാണ്, ഞങ്ങളെ ഒരു 4 വഴിക്കുന്നത് ഭീഷണിപ്പെടുത്തുകയാണെന്ന് പറയാം. അതില്ല, ഒന്നുമില്ല. ഇതിൽ ശരിക്കും പറഞ്ഞാൽ അടുത്ത് ഇടപെടേണ്ട ഒരു സംഘടന എന്ന് പറഞ്ഞാൽ നിർമ്മാതാക്കളുടെ സംഘടനയാണ്. അവരിപ്പോൾ നിലവിൽ ഇടപെട്ടു. കാരണം അവർ ഇവരോട് വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം നമ്മൾ സിനിമ നിർമ്മിക്കാൻ പോകുമ്പോൾ നമ്മൾ ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ നമ്മൾ രജിസ്റ്റർ ചെയ്യണം. അതിൻ്റെ ബാക്കി കുറേ ഔപചാരികതകളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിനിമ ആരോടും പറയാതെ ഇവർ തിയേറ്ററിൽ നിന്ന് പിൻവലിക്കുക എന്ന് പറയുന്ന അത് ശരിയായ നടപടിയല്ല. മാത്രമല്ല നമുക്കറിയാം പലപ്പോഴും ഈ തിയേറ്ററുകാരെ സംബന്ധിച്ച് ഇതിൽ പ്രതിസന്ധി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം അവരെപ്പോഴും പണ്ടും അങ്ങനെയാണ്, ഇന്ന് അങ്ങനെ തന്നെ ആയിരിക്കും എൻ്റെ വിശ്വാസം. തിയേറ്ററിൽ ചാർട്ട് ചെയ്യും സിനിമകൾ. ഇപ്പോൾ ഒരാഴ്ചത്തേക്ക് 2 ആഴ്ചത്തേക്ക് ഒരു സിനിമ വരുന്നത്, അപ്പം അതിന് പിന്നെ കൂടുതൽ ഓടുകയാണെങ്കിൽ പിന്നീട് അവർ അത് പൊക്കോളും. പക്ഷേ അത് അങ്ങനെ അല്ലെങ്കിൽ മറ്റൊരു സിനിമ പകരം അറേഞ്ച് ചെയ്യണ്ടേ? ഈ 3 ദിവസം കഴിയുമ്പോൾ ഞങ്ങൾ സിനിമ പരിപാടിക്കാണെന്ന് നിന്ന് വിളിച്ച് പറഞ്ഞാൽ നാളെ അവർക്ക് വേറെ സിനിമ കണ്ടെത്തുന്നുണ്ട് അതിന് പകരം. ഇതെന്ന് പറഞ്ഞാൽ ഇതൊരു വലിയ വ്യവസായമാണ്. ഇതിങ്ങനെ കുട്ടികളിക്കുള്ള സ്ഥലമല്ല, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഗെയിമുകൾ നടത്താനുള്ള ഒരു സ്ഥലമല്ല. ഇതിലിപ്പം ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ 4 ദിവസം കൊണ്ടാണ് ഇവർ ഈ പറയുന്ന ഇല്ലാത്ത വിവാദം എന്ന് പറഞ്ഞുകൊണ്ട് അത് 22-ാം തീയതി സിനിമ റിലീസ് ചെയ്യുന്നു. 26-ാം തീയതിയിൽ അവർ പറയുന്നു സിനിമയ്ക്ക് ഇങ്ങനൊരു പ്രശ്നമുണ്ട്, ഭീഷണിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് 4 ദിവസം, അതായത് ആരും കേൾക്കാത്തൊരു ഭീഷണിയും കാര്യങ്ങളുമൊക്കെ അന്ന് സംഭവിച്ചെന്ന് പറയും സിനിമ പിൻവലിക്കുന്നു. എന്നാൽ ഇങ്ങനൊരു ആരോപണം വരുന്നു, അതായത് ഇതൊരു വ്യാജ ആരോപണമാണെന്ന് ഒരു ആരോപണം വന്നതിന് ശേഷം ഇതുവരെ ഇതിൻ്റെ അണിയറ പ്രവർത്തകർ ആരും തന്നെ മിണ്ടിയിട്ടില്ല. എന്നാൽ നടനും അതിൻ്റെ 2 നടന്മാരും നായികയും ഉൾപ്പെടെ പ്രതികരിച്ചിട്ടും ഇവർക്ക് അതിന് ഉത്തരമില്ല. അപ്പം അതൊരു കള്ളത്തരം എന്നുള്ളൊരു സാധ്യതയിലേക്കല്ലേ അവരുടെ മൗനം തന്നെ സൂചിപ്പിക്കുന്നത്? ഉറപ്പാണ്. മാത്രമല്ല ഈ സിനിമ 2.5 വർഷം മുമ്പാണ് നിർമ്മാണം തുടങ്ങിയതാണെന്നാണ് പറയുന്നത്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മാണം തുടങ്ങിയതാണ്. പിന്നെ ഈ പറഞ്ഞ ഇതിൻ്റെ പ്രധാനപ്പെട്ട അണിയറ പ്രവർത്തകർക്ക് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ തന്നെയാണ്. ഇങ്ങനൊരു വിഷയം സിനിമയാക്കാൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ ഒരുപക്ഷെ നാളിന് ഭീഷണി വന്നിരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്തുകളെക്കുറിച്ച് അവർക്ക് വ്യക്തമായ ധാരണ വേണ്ടേ? നമ്മളൊരു വിഷയം സെലക്ട് ചെയ്ത് നമ്മളൊരു സിനിമ എടുക്കാൻ ഇറങ്ങുമ്പോൾ ഈ സ്വാഭാവികം നമ്മൾ അന്വേഷിക്കേണ്ടി വരും അതിൻ്റെ ഭവിഷ്യത്തുകളെക്കുറിച്ച്. മുമ്പൊരിക്കലേ എൻ്റെ അടുത്ത ഒരു സുഹൃത്തായ അദ്ദേഹം ജീവിച്ചിരിപ്പില്ല, അദ്ദേഹം സിനിമയെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. അദ്ദേഹം നന്നായി എഴുതുമായിരുന്ന ഒരാളായിരുന്നു. അദ്ദേഹം ഒരിക്കലും തിരക്കഥ രചിച്ച് വെച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം ഉദ്ദേശിച്ചത് അത് പണ്ട് രാജഭരണകാലത്ത് നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്ന ചില വെളിയിൽ പറയാൻ കൊള്ളാത്ത ചില കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു കഥയായിരുന്നു. പക്ഷേ അത് പിന്നീട് അദ്ദേഹം തന്നെ സ്വയം മനസ്സിലാക്കി ഇത് വലിയൊരു വിഭാഗത്തെ ജനങ്ങളെ തിരുവിതാംകൂറിലെ കാര്യമാണ് അദ്ദേഹം സ്ക്രിപ്റ്റാക്കിയത്. അദ്ദേഹത്തിന് തോന്നി അദ്ദേഹം ആരും കാണിച്ചില്ലായിരുന്നു. പക്ഷേ അത് മികച്ചൊരു സ്ക്രിപ്റ്റായിരുന്നാണ് അത് കണ്ട എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞത്. പക്ഷേ അദ്ദേഹം തീരുമാനം പിൻവലിച്ചു. അദ്ദേഹം വേണ്ട, അത് ചെയ്താൽ മാറിയിരിക്കട്ടെ. അദ്ദേഹം അത് മുന്നോട്ട് പോയില്ല. അതുമായിട്ട് ഭവിഷ്യത്തിനെ കുറിച്ച് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാമായിരുന്നു, ചെയ്താൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്. അത് വലിയ സാമുദായിക പ്രശ്നമൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുള്ളൊരു വിഷയമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം അത് വഴിക്ക് പോയില്ല. ഇവർ ഇതേ സമുദായത്തിൽപ്പെട്ടവർ തന്നെയാണെന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പം എന്തോ കവറടക്കുന്നതുമായി ബന്ധപ്പെട്ട് അങ്ങനെ എന്തൊക്കെയാണ് അതിൻ്റെ ഒരു വിഷയം എന്ന് പറയുന്നത്. പള്ളിയിൽ നടക്കുന്ന തർക്കമാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇത് നമ്മൾ സിനിമ എടുക്കാൻ ഇറങ്ങുമ്പോൾ ഇപ്പോൾ ഇവർ വേണ്ട എക്സ്പീരിയൻസ്ഡ് ആണോ ഈ നിർമ്മാതാ സംവിധാനം എന്ന് നമുക്കറിയില്ല. സാധാരണ ഇതിൽ സിനിമയിൽ ഇത്തരം ഒരു വിഷയങ്ങളൊക്കെ വരുമ്പം തന്നെ അത് വലിയ ചർച്ചാ വിഷയമാറുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉള്ള സ്ഥിതിക്ക് ഇത്തരത്തിലുള്ളൊരു വിഷയം ഒരു സിനിമ പിന്നെ ഇതിവൃത്തമാക്കുമ്പോൾ അതിനെക്കുറിച്ച് പലപ്പോഴും ചർച്ചകൾ നടക്കാറുള്ള തർക്കങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മൾ സ്വാഭാവികമായി നമ്മൾ നേരത്തെ ജസ്റ്റിൻ പറഞ്ഞതുപോലെ സംശയാസ്പദമാണ് ഇതിൻ്റെ മൊത്തം കാര്യങ്ങളെന്ന് നമ്മളിപ്പോൾ ചിന്തിക്കേണ്ടി വരുന്നത്. അതുപോലെ ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പം ഭീഷണികൾ വരുമ്പോൾ തന്നെ ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളത്, ഇപ്പം ചിലരുണ്ട് അവർക്ക് യഥാർത്ഥ ഐഡിയിൽ നിന്ന് അവർക്ക് ഭീഷണി അല്ലെങ്കിൽ അവരുടെ അഭിപ്രായം പറയാൻ മടിക്കുന്നവർ പോലും ഫേക്ക് ഐഡി ഉണ്ടാക്കിയിട്ടാണെങ്കിലും ഭീഷണിയും ഈ പറയുന്ന രീതിയിൽ അതിനെതിരെ വരാറുണ്ട്. പക്ഷേ അങ്ങനെ പോലും ഈ ഒരു സിനിമയ്ക്ക് വന്നതായിട്ട് എവിടെയും ആരും കണ്ടിട്ടില്ല. അപ്പം കാര്യങ്ങൾ ഒരു പക്ഷേ തെളിഞ്ഞു വരികയാണ് ഇതൊരു വ്യാജ ആരോപണമാണ് എന്ന് തെളിഞ്ഞാൽ.
ഇവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനുള്ള ഒരു സാധ്യതയുണ്ടോ? നല്ല സാധ്യത ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം നമുക്കത് നിയമവിദഗ്ധരോട് ചോദിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്, വളരെ പ്രസക്തമായ ഒരു ചോദ്യം തന്നെയാണ്. കാരണം ഇത്തരത്തിലുള്ളൊരു സിനിമ എടുത്തിട്ട് പറയുകയാണ് ഞങ്ങൾക്ക് 4 ഒഴിക്കുന്ന ഭീഷണി, ഇത് വർഗീയതയായി ഇളക്കി വിടുന്നു എന്നൊക്കെ, അങ്ങനെ എന്തൊക്കെ ആയിരിക്കുമല്ലോ അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് സമൂഹത്തിലൊരു തെറ്റായ സന്ദേശം കൂടെയാണ് അവർ നൽകുന്നത്. സിനിമ പിൻവലിക്കുന്നു എന്ന് പറയുമ്പോഴേ പെട്ടെന്ന് പിൻവലിക്കുകയാണ്. അപ്പോൾ അതിന് കാരണമായി പറയുന്നത് ഇതിൻ്റെ ഇതിവൃത്തം, ഇതിൻ്റെ സാമുദായിക തലങ്ങൾ, അതൊക്കെയാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത്. സത്യത്തിൽ ഇത് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയുള്ളൊരു വിഷയമാണ് എന്ന് നമ്മളെ കൊണ്ട് ഇവർ തന്നെ പറയുകയാണ്. ഒരുപക്ഷെ ഇന്ന് നേരത്തെ പലപ്പോഴും ജസ്റ്റും പറയാറുള്ളത് പോലെ ഇതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കി അതുവഴി ഈ സിനിമ ഇനി ഒന്നുകൂടെ റിലീസ് ചെയ്ത് അത് വിജയിപ്പിക്കാനുള്ള ശ്രമമായിരിക്കാം ഒരുപക്ഷെ ഇതിൻ്റെ നിർമ്മാതാവ് സംവിധാനം നടത്തുന്നതെന്ന് നമ്മൾ സ്വാഭാവികമായും സംശയിക്കേണ്ടി വരും. കാരണം അതിൻ്റെ പ്രധാനപ്പെട്ട അഭിനേതാക്കളെല്ലാം ഇവരുടെ ഈ ആരോപണത്തെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഒരു വല്ലാത്തൊരു അന്തരീക്ഷമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ. മാത്രമല്ല, ഇങ്ങനൊരു ആരോപണം വരുമ്പോൾ ഇപ്പോൾ ഈ വ്യാജ വിവാദമാണെന്ന് ആരോപണം വരുമ്പോൾ അത് പ്രതികരിക്കേണ്ട ഉത്തരവാദിത്തം ആരെക്കാൾ ഉപരി സംവിധായകനും നിർമ്മാതാവിനും ഉള്ളതാണ്. അവർ മിണ്ടിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അതെ, ഇന്നൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള സിനിമയുടെ പ്രഥമ ലക്ഷ്യമാക്കിയുള്ള ഒരു പരിപാടിയാണെന്ന് വ്യാപകമായ ആരോപണം വരുന്ന സാഹചര്യത്തിലെങ്കിലും അവർ വിശദീകരിക്കണം. അങ്ങനെയൊന്നും അല്ല, ഞങ്ങളുടെ തെളിവുണ്ട്, ഞങ്ങൾക്കെതിരെ ഒരുപാട് ഭീഷണി ഉയർന്നിട്ടുണ്ട്, ഞങ്ങൾക്കിത് കാണിക്കാൻ പറ്റാത്തൊരവസ്ഥയാണെന്ന് പറയാം. നമ്മൾ നേരത്തെ പറഞ്ഞില്ല, പത്രസമ്മേളനം വിളിച്ചങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നു ഇങ്ങനെ പ്രശ്നം ഞങ്ങൾക്ക് ഭീഷണി വരെയാണെന്ന് ആലോചിക്കുന്നു. അപ്പോൾ പത്രസമ്മേളനം നടത്തിയാലുള്ള അപകടം എന്താണെന്ന് വെച്ചാൽ മാധ്യമപ്രവർത്തകർ സ്വാഭാവികം ചോദിക്കും നിങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ടോ എന്ന്, തെളിവുണ്ടോ. അപ്പോൾ നിങ്ങൾക്ക് ചില ഭീഷണി സന്ദേശങ്ങൾ വന്നു എന്ന് പറയുമ്പം സൈബർ പോലീസിൽ പരാതി കൊടുത്താൽ നമുക്ക് അന്വേഷിക്കാമെന്നുള്ളേ ഉള്ളൂ, ഇത് ആരാണെന്ന് ഈ ഇങ്ങനെ ഭീഷണി ഉന്നയിച്ചെന്നുള്ളത്. ഇതൊക്കെ ഒരുപക്ഷെ സ്വന്തം കൂടാരത്തിൽ നിന്ന് തന്നെയാണ് ചെയ്തതെന്ന് വന്നു കഴിഞ്ഞാൽ വാദി പ്രതിയാവുന്ന അവസ്ഥ ഒരു അവസാനം. അപ്പോൾ അതുകൊണ്ട് തന്നെയായിരിക്കും അവർ ഇനിയും പ്രതികരിക്കാത്തത്. പക്ഷേ ഇതൊരു വളരെ തെറ്റായ പ്രവണത തന്നെയാണ് ഈ രീതി. ഒരുപക്ഷെ വർഷങ്ങൾക്ക് മുമ്പ് എം സുകുമാരൻ്റെ പ്രശസ്തമായൊരു നോവലുണ്ട് ശേഷക്രിയ എന്ന് പറഞ്ഞ്. അത് CPM നടക്കുന്ന അപജയത്തെക്കുറിച്ചാണ്. CPM ഇന്ന് സംഭവിക്കുന്ന അപജയങ്ങളെക്കുറിച്ച് 70കളിൽ അദ്ദേഹം എഴുതിയ ഒരു നോവലാണ് ശേഷക്രിയ. ഇത് സിനിമയാക്കിയിരുന്നു. രവി ആലുമൂട് എന്ന് പറഞ്ഞ ഒരാളാണ് സംവിധായകനുണ്ട്, രവി ആലുമൂട്. അദ്ദേഹമാണ് സംവിധാനം ചെയ്തത്. ദൂരദർശനിലൊക്കെ ഉദ്യോഗസ്ഥനായിരുന്ന ജോൺ സാമുവലൊക്കെ ഉണ്ട്, അദ്ദേഹമൊക്കെയാണ് അതിൽ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചത്. CPM പൊളിച്ചടുക്കുന്നതാണ് ഈ കഥ. സിനിമ അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ ഞങ്ങളത് പിന്നീട് മനസ്സിലാക്കിയത് ഈ സിനിമ തിയേറ്ററിൽ കാണിക്കാൻ CPM അണികളെ സമ്മതിച്ചില്ല എന്നാണ്. തിയേറ്ററിൽ ഇത് ചിത്രം പ്രദർശിപ്പിക്കാൻ അവർ അനുവദിച്ചില്ല എന്നാണ്. അതിപ്പോൾ CPM-ആയിട്ട് ബന്ധപ്പെട്ട് മറ്റ് നിരവധി ഉദാഹരണങ്ങളുണ്ട്. ഒരുപാട് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ വിഷയം TP51 പോലെയുള്ള സംഭവങ്ങളുണ്ട്. അവരാരും തിയേറ്ററിൽ പിൻവലിച്ചില്ല. അതെ, അതും അതായത് എല്ലാവരും തിയേറ്റർ പ്രദർശിപ്പിച്ചു. അതിപ്പോൾ ഇവർ എതിർക്കാൻ ഇറങ്ങുമ്പോഴും അവർ തിയേറ്ററിൽ സമയം പ്രദർശിപ്പിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ അതിനുള്ളൊരു ആർജവം വേണം, അതല്ലെങ്കിൽ അതേക്കുറിച്ചുള്ള ധാരണ വേണം. അടിസ്ഥാനപരമായി നമ്മൾ പ്രേക്ഷകരെക്കുറിച്ച് ഇവർക്കൊന്ന് ചിന്തിക്കണം. ഒരുപക്ഷെ ഇങ്ങനെ ഒരു സിനിമ വന്നു, അപ്പോൾ എൻ്റെ അടുത്ത് ജസ്റ്റ് പറഞ്ഞെങ്കിൽ ഞാനൊരു സിനിമ നല്ല സിനിമയാണെന്ന് പറഞ്ഞാൽ അത് എനിക്ക് കാണാനുള്ള അവസരമാണ് ഇവരില്ലാതാക്കുന്നത്. മാത്രമല്ല, ഇന്നത്തെ പ്രേക്ഷകർ വെറും മണ്ടന്മാരാണെന്നുള്ള ഒരു പഴയ ചിന്താഗതിക്കാരാണ്. എന്താണ് അങ്ങനെയുള്ള അണിയറ പ്രവർത്തകർ അങ്ങനെയും ചിന്തിക്കണം. കാരണം നമ്മൾ ഈ പണ്ടത്തെ സിനിമകളിൽ നിന്ന് ഇന്നത്തെ സിനിമകളിലേക്ക് വ്യത്യസ്തപ്പെട്ട് നോക്കുമ്പോൾ, പണ്ട് നമ്മൾ മികച്ചത് എന്ന് പറഞ്ഞ പല സിനിമകളും ഇന്ന് വളരെ വിമർശനത്തിന് വിധേയമാകുന്നുണ്ട്. അപ്പോൾ അത്രയും പ്രേക്ഷകരുടെ അവരുടെ ഒരു ആസ്വാദന തലം മാറി തുടങ്ങി എന്നുള്ളതിൻ്റെ തെളിവാണ് അങ്ങനെ വിമർശിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്നത്തെ ഈ സിനിമകൾ, ഇത്തരം ഒരു സിനിമ ഇന്നത്തെ കാണുന്ന പ്രേക്ഷകന് വെറും ഒരു മണ്ടനല്ല എന്നുള്ളൊരു ധാരണ അവർക്ക്. ഇത്തരം സിനിമകൾ ഇനി ഇവർ പറഞ്ഞിരിക്കട്ടെ, ഈ സിനിമ ഭയങ്കര വിപ്ലവാത്മകമായ ഒരു കാര്യമാണ് പറയുന്നതെങ്കിൽ പോലെ ഇന്നത്തെ തലമുറ അംഗീകരിക്കും അത്തരം സിനിമകൾ. പണ്ടത്തെ തലമുറ അല്ല, തലമുറ മാറിയിരിക്കുന്നു, അവർ കാണുന്നത്. അതെ, അതിൽ കാര്യം ഉണ്ടെങ്കിൽ കാണും. നേരത്തെ ജസ്റ്റും പറഞ്ഞതുപോലെ തന്നെ ഈ പണ്ട് ഞങ്ങളുടെ കുട്ടിക്കാലത്ത് അന്ന് ഈ ഉച്ചപ്പടങ്ങളുണ്ട്, അവാർഡ് സിനിമകളെന്നറിയപ്പെടുന്ന ചില സിനിമകളുണ്ട്. ആർക്കൊന്നും മനസ്സിലാവില്ല ഇത് കണ്ട. പക്ഷേ ഇതിനൊക്കെ അവാർഡ് കിട്ടും. അപ്പോൾ ഈ കൊമേഴ്ഷ്യൽ സിനിമയിൽ പ്രശ്നം എന്ന് വെച്ചാൽ ഇവർ എപ്പോഴും അവാർഡിനൊന്നും അയക്കാറോ നമുക്കൊന്നും കിട്ടില്ല എന്ന് അവരങ്ങ് കരുതും. അപ്പോൾ അവാർഡിന് അയക്കില്ല. അപ്പോൾ ഈ സൈസ് സിനിമകൾ ഒരാളൊരു ബീഡി സിനിമ തുറന്ന് കത്തിച്ചിട്ട് ഇങ്ങനെ വലിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ എന്താണ്, നമുക്കൊരു പ്രത്യേക വിചിത്രമായ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ ആയിരിക്കും. ഇതിനൊക്കെയാണ് സ്ഥിരം ഈ വലിയ പുരസ്കാരങ്ങളൊക്കെ കിട്ടുമായിരുന്നു. പക്ഷേ പിൽക്കാലത്ത് നമ്മുടെ പിള്ളേർ നെറ്റിൻ്റെ കാലമൊക്കെ വന്ന് ഈ ലോക സിനിമ അവരെല്ലാം കണ്ടു തുടങ്ങിയപ്പോൾ ഉണ്ടല്ലേ ഈ കള്ളനാണയങ്ങൾ അടിച്ചോടിച്ച് നമ്മുടെ നാട്ടിൽ. ഇത് പൈസ സിനിമ ഇറങ്ങുന്നില്ല നമ്മുടെ നാട്ടിൽ. അത്തരം ഈ ഉച്ചപ്പടം എന്ന് പറയുന്ന സിനിമ ഇപ്പോൾ ഇറങ്ങുന്നില്ല. കാരണം വിദേശ സിനിമകൾ കാണാനുള്ള അവസരം നമ്മുടെ തലമുറയ്ക്ക് കിട്ടി. ഫിലിം ഫെസ്റ്റിവലുണ്ട് ഇവിടെ. അതല്ലെങ്കിൽ തന്നെ നമുക്ക് നെറ്റിൽ പോയാൽ നമുക്ക് ലോകത്തിൽ നല്ല സിനിമ ഇറങ്ങിയെന്ന് പറഞ്ഞാൽ അത് യൂട്യൂബിൽ വന്നു കഴിഞ്ഞാൽ നമുക്കെല്ലാം കാണാൻ സംവിധാനമുണ്ട്. അപ്പോൾ ആ കള്ളനാണയങ്ങളെയൊക്കെ പൊളിച്ചെടുക്കുന്ന ഒരു തലമുറയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളതെന്നുള്ള ആ ബോധ്യം നമ്മുടെ സിനിമയുടെ അണിയറ പ്രവർത്തകർക്കെങ്കിലും മിനിമം ഉണ്ടായിരിക്കണം. മാത്രമല്ല, ഇനിയിപ്പം ഇവർ ഈ വിവാദത്തെ അതിജീവിച്ച് മുമ്പോട്ട് പോയെന്നിരിക്കട്ടെ, നാളെ മറ്റൊരു നല്ല പടമായിട്ട് ഇവർ രംഗത്ത് വരിക, ഇവരോട് പ്രേക്ഷകർ ഏത് രീതിയിൽ പ്രതികരിക്കും? സ്വാഭാവികം മാത്രം.
ചോദിക്കില്ലേ അത്? ഈ സിനിമ ഒരു നാട്ടുകാരെ കാണിക്കാനാണോ നിർമ്മിക്കുന്നത്, അതോ ഇത് തിരിച്ച് പഴയതുപോലെ വിവാദം ഉണ്ടാക്കിയിട്ട് തിരിച്ചുകൊണ്ട് വയ്ക്കാനാണോ ചിന്തിക്കില്ലേ? അല്ല, ആലോചിച്ച് നോക്ക്. ഇതിന് വേണ്ടി ചിലവായ പണത്തെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കും, ഇതിൻ്റെ ഒരു എഫർട്ടിനെ കുറിച്ച് ചിന്തിക്കുക. ഈ സിനിമ അതിൽ നമുക്ക് ഒന്നും പറയാനില്ല, കാരണം നിർമ്മാതാവും സംവിധായകനും അതാണ് പറഞ്ഞത്. നമ്മുടെ നാട്ടിൽ ഒരു ആളിൻ്റെ വേറെ എന്തെങ്കിലും കാര്യത്തിന് ഇൻവെസ്റ്റ് ചെയ്യാനൊന്ന് കരുതിയിരുന്ന ഒരു പണം എടുത്ത് ആയിരിക്കും ഒരാൾ സിനിമ എടുക്കാൻ പോകുന്നത്. അയാൾ വേറെ ഏതെങ്കിലും ഫലപ്രദ രീതിയിൽ കൊണ്ട് ഇത് വേറെ എന്തെങ്കിലും ഒരു ചെറിയ ബിസിനസ് തുടങ്ങിയിരുന്ന അയാൾക്ക് അതിൻ്റെ ലാഭം കിട്ടിയാണ് നമ്മുടെ നാട്ടിലെ ആളൊക്കെ കുറച്ച് പ്രകാരം കിട്ടിപ്പോയാൽ. അതിന് പകരം ഇതുപോലെ സിനിമ എടുത്തിട്ട് ഇത് പെട്ടിക്കകത്ത് തന്നെ സിനിമ എടുക്കേണ്ട കാര്യമില്ല. അതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം. സിനിമ എന്ന് പറഞ്ഞാൽ മനുഷ്യർ കാണാനുള്ളതാണ്. ഇത് ഇനി തിയേറ്ററിൽ പ്രശ്നം ഉണ്ടാണെങ്കിൽ, ഇത് ക്രമസമാന പ്രശ്നം ഉണ്ടാക്കണമെങ്കിൽ നമ്മുടെ നാട്ടിൽ പോലീസും കോടതിയും സംവിധാനമില്ലേ? തിയേറ്ററിൽ സിനിമ കാണിക്കുമ്പോൾ അവിടെ പ്രതിഷേധക്കാരെല്ലാം കൂടെ വന്ന് ബഹളം വയ്ക്കാൻ സിനിമ കാണാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ നിയമപരം ഇടപെടാം. അതല്ലാതെ ഞങ്ങൾക്ക് ഭീഷണി വന്നേ, അതുകൊണ്ട് ഞങ്ങൾ ഇതെല്ലാം കൂടെ പിൻവലിക്കുകയാണ് എന്ന് പറയുന്നത് ഈ സിനിമയെക്കുറിച്ചൊരു സത്യം ഇന്നലെ നമ്മൾ പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടില്ല. ഒരു സാധാരണ വിവാദ സിനിമ വരുമ്പോൾ നമ്മൾ മിനിമം മാധ്യമപ്രവർത്തകരെങ്കിലും ആദ്യം അറിയുകയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ വാർത്ത കൊടുക്കുകയും ചെയ്യുന്നതാണ്. നമ്മളാരും അറിഞ്ഞിട്ടില്ല ഇത്. ഇതൊന്നും അല്ലാത്ത സാധാരണ സിനിമ പ്രേക്ഷകരുണ്ട്. ഈ ചില ആളുകളുണ്ട്, ഏത് സിനിമ വന്നാലും കാണുന്നില്ല, ആളുടെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവരെ നോക്കിയൊന്നുമില്ല, അവരെ അങ്ങേര് കാണും ഏത് സിനിമ വന്നാലും. അങ്ങനെ കാണുന്നവർ പോലും ഒരുപക്ഷെ ഈ സിനിമ കണ്ടോ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ സുഹൃത്തുക്കൾ ആരും ഇതേക്കുറിച്ച് ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. സമൂഹ മാധ്യമങ്ങൾ ഒരിടത്തും ഈ സിനിമയെക്കുറിച്ച് ഇന്നോളം ഞാൻ ഒരു പരാമർശം കണ്ടിട്ടുമില്ല. സാധാരണ ഏതെങ്കിലും ഒരു ഇപ്പം ഇത്തരം ഒരു അല്ലെങ്കിൽ ഒരു മതത്തെ അല്ലെങ്കിൽ ഒരു വിഭാഗത്തെ ഇങ്ങനെ അടച്ചാക്ഷേപിച്ച് വരുന്നു എന്നുള്ള രീതിയിൽ വരുമ്പോൾ തന്നെ മിനിമം ഏതെങ്കിലും നമ്മൾ കേൾക്കാത്ത ഒരു നേതാവെങ്കിലും ആളാവാൻ വേണ്ടിയെങ്കിലും ഇതിനെതിരെ പ്രതികരിക്കാറുണ്ട്. ഇവിടെ അതുപോലും ഉണ്ടായിട്ടില്ല. എന്തായാലും ഈ ടർക്കിഷ് തർക്കം, തുർക്കി എന്ന രാജ്യത്തുമായി ബന്ധപ്പെട്ട് വല്ലതാണോ ഇതിൻ്റെ ഗതിവൃത്തം നമുക്ക് അറിഞ്ഞും കൂടാ. ഏതായാലും ടർക്കിഷ് തർക്കം ഒരു തർക്കവിഷയമായി തന്നെ ഇപ്പോഴും അവിടെ അവശേഷിക്കുകയാണ്. കാരണം ഇതിൻ്റെ പിന്നിൽ എന്താണെന്നുള്ളത് ഇനിയും നമുക്ക് മനസ്സിലായിട്ടില്ല. ഇതിൻ്റെ അണിയറ പ്രവർത്തകർ ഇനിയെങ്കിലും രംഗത്ത് എത്തണം, വെളിച്ചത്തെത്തണം. എന്നിട്ട് കൃത്യമായി കാര്യകാരണ സഹിതം നമ്മളോട് വിശദീകരിക്കണം. കാരണം നമ്മുടെ ഇവിടുത്തെ പ്രേക്ഷകർക്ക് കാണാനുള്ള ഒരു സിനിമയാണ്. നിങ്ങൾ എന്ത് താല്പര്യത്തിലാണ് ഇത് പിൻവലിച്ചതെന്ന് അറിയാൻ പാടില്ല. എന്തായാലും ഈ നടപടി ശരിയല്ല എന്ന് തന്നെയാണ് നമ്മളുടെ വ്യക്തമായ നിലപാട്.